കൺഗ്രാജുലേഷൻസ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജു സാംസൺ എന്ന ചെറുപ്പക്കാരനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിച്ച് നിർത്തുന്നതിനാവശ്യമായ സാഹചര്യം BCCIക്കും സെലക്ഷൻ ബോർഡിനും ഒരുക്കി കൊടുത്തതിന് വെൽ ഡൺ. നിങ്ങൾ ആഗ്രഹിച്ചു സാധിച്ചു. കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ചെറുപ്പക്കാരനാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തിനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസരം കിട്ടാതെ പുറത്ത് ഇരിക്കേണ്ടി വന്നത്. സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടിയില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഗ്രഹിച്ചതാണ്. അവരെല്ലാവരും കരുതി ഇത്തവണത്തെ ചാമ്പ്യൻസ് കപ്പിന്റെ ടീമിൽ നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ടായിരിക്കും എന്ന്. പക്ഷെ അത് സംഭവിച്ചില്ല. അതിന്റെ കാരണങ്ങൾ പലതാവാം. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ ബോർഡിന് ഇക്കാര്യത്തിൽ പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും. സഞ്ജുവിനെ പോലെ പല പ്രമുഖ കളിക്കാരും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ ന്യായങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ ശശി തരൂർ പറഞ്ഞ ഒരു കാരണം അത് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഈഗോ ആണ് സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാതെ പോയതിന്റെ കാരണമെന്ന്. KCAയുടെ ഈഗോ അല്ലെങ്കിൽ ദുരഭിമാനം സഞ്ജു സാംസന്റെ കരിയർ തകർക്കുകയാണ് എന്ന വാചകമാണ് ശശി തരൂർ ഉപയോഗിച്ചത്. സഞ്ജുവിനെ ടീമിൽ ഇടം കിട്ടാതെ പോയതിനെ പറ്റി മാത്രമല്ല അദ്ദേഹം ഉത്കണ്ഠാകുലനാവുന്നത്. സഞ്ജുവിനെ പോലൊരു കളിക്കാരൻ, വലിയ പ്രതീക്ഷയുള്ള ആള്, ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട കളിക്കാരനായി വളരും എന്ന് പല പ്രമുഖരും പ്രവചിച്ചിട്ടുള്ള ഒരു പ്ലെയർ KCAയുടെ ഈഗോ അദ്ദേഹത്തിന്റെ കരിയർ ഇല്ലാതാക്കുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ശശി തരൂർ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനം നന്നായിട്ട് വീക്ഷിക്കുന്ന ആളാണ്. കേരളത്തിലെ ക്രിക്കറ്റിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കൃത്യമായ വിവരങ്ങളില്ലാതെ അടിസ്ഥാനരഹിതമായിട്ടൊരു പ്രസ്താവന നടത്തുന്ന ആളല്ല. അദ്ദേഹമാണ് പറഞ്ഞത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ രീതികൾ ഒരു കളിക്കാരന്റെ കരിയർ തകർക്കുകയാണെന്ന്. ശശി തരൂർ അത് പറയുമ്പോൾ അത് ഒരു ടീമിൽ പെടാതെ പോയത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമുള്ള ഒന്നാണ്. വിജയ ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കാൻ നടത്തിയ ക്യാമ്പിൽ സഞ്ജു സാംസൺ പങ്കെടുത്തില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരള ടീമിൽ ഉൾപ്പെടുത്തിയുമില്ല. അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ടീമിൽ ഒരു അവസരം ലഭിക്കാതെ പോയതിന് ഇത് കാരണമായി എന്ന് ക്രിക്കറ്റ് അസോസിയേഷന്റെ ആളുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നു മുതലാണ് ഇന്ത്യയുടെ കളിക്കാരെ ആഭ്യന്തര ടൂർണമെന്റിൽ കളിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ക്രിക്കറ്റ് മേലാളന്മാര് ഇത്ര ഉത്കണ്ഠാഭരിതരായത് അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ചത്? ഇതുവരെ അവരാരും ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ അടുത്ത ദിവസം സമാപിച്ച ഗാവസ്കർ ബോർഡർ ട്രോഫി ഓസ്ട്രേലിയയിൽ നടന്നതാ. ടെസ്റ്റ് സീരീസാ. അതിന് നമ്മൾ തോറ്റമ്പി 3-1 10 വർഷം നമ്മൾ കൈവശം വെച്ചിരുന്ന ഗാവസ്കർ ബോർഡർ ട്രോഫി ഓസ്ട്രേലിയക്ക് അടിയറ പറഞ്ഞു. അതിനുശേഷമാണ് ഇന്ത്യൻ കളിക്കാർ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഈ ബോധ്യപ്പെടലിന് മുമ്പായിരുന്നു വിജയ ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള ടീം സെലക്ഷനും അതിന്റെ ക്യാമ്പും ഒക്കെ നടന്നത്. അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്ക്. ആ ടീമിൽ വന്നിരിക്കുന്നവര് അതിലെത്ര പേര് രഞ്ജി കളിക്കുന്നവരാ, അല്ലെ വിജയ ഹസാരെ ട്രോഫി കളിക്കുന്നവരാ, ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാ? ആ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സഞ്ജു സാംസന്റെ കാര്യം വന്നപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റും വിജയ ഹസാരെ ട്രോഫിയും ആ ടീമിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ ക്യാമ്പും ഒക്കെ വലിയ പ്രശ്നങ്ങളായി മാറുകയാണ് ചെയ്തത്. നമ്മുടെ സഞ്ജു സാംസൺ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് കേരളത്തിന് വേണ്ടി കളിക്കാതെ മാറി നിൽക്കുന്ന ഒരാളാണോ? അത്തരത്തിലുള്ള ഒരു കളിക്കാരനല്ലല്ലോ സഞ്ജു സാംസൺ. ഇന്ത്യയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനില്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ വിട്ടുനിന്നിട്ടുണ്ടാവും. അദ്ദേഹം എത്ര തവണ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ചു? രഞ്ജി ട്രോഫി ടീമിനെ പലവട്ടം നയിച്ചിട്ടില്ലേ? ഇപ്പൊ തന്നെ തൊട്ടു മുമ്പ് ഡിസംബറിലാണെന്ന് തോന്നുന്നു സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെന്റ് അതിനെ നയിച്ചത് ആരായിരുന്നു? സഞ്ജു സാംസൺ ആയിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ വിജയ ഹസാരെ ട്രോഫിയാണ് വലിയൊരു പ്രശ്നമായത്. വാസ്തവത്തിൽ അതിനെന്താ സംഭവിച്ചത്? അതിന് 3 ദിവസത്തെ ക്യാമ്പ്, പ്രിപ്പറേറ്ററി ക്യാമ്പ്, അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല. താൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികളെ ഇമെയിൽ വഴി അറിയിച്ചതാണ് അദ്ദേഹം.
പക്ഷേ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഷയിൽ അത് വെറും ഒരു ഒറ്റവരി മെസ്സേജ് ആയിപ്പോയി. അത് വളരെ വിപുലമായിട്ട് പ്രബന്ധ രൂപത്തിൽ എഴുതേണ്ട ഒരു കത്തായിരുന്നു. അപേക്ഷ, എന്നെ ദയവ് ചെയ്ത് ഈ ക്യാമ്പിൽ നിന്ന് ഒഴിവാക്കി തരണം, അങ്ങനെ അപേക്ഷിച്ച് പറയണമായിരുന്നു. ഇത് ഒറ്റവരി ഒരു ഇമെയിൽ ആയിപ്പോയി. അത് KCIക്ക് അങ്ങോട്ട് പിടിച്ചില്ല. സഞ്ജു സാംസൺ KCIക്ക് ഒരു കത്തയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവരം അറിയിക്കുമ്പോൾ അതൊരു ഒറ്റവരി മെസ്സേജ് ആണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതുകൊണ്ട് അദ്ദേഹം ക്യാമ്പിൽ പോയില്ല. പക്ഷെ ക്യാമ്പിന് ശേഷം ടീമിനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ദിവസം മുമ്പ് സഞ്ജു സാംസൺ അപ്പോഴും ഒരു ഇമെയിൽ അയച്ചു, ഞാൻ കേരളത്തിന് വേണ്ടി കളിക്കാൻ തയ്യാറാണ്. അപ്പോഴും എന്താ KCI വിചാരിച്ചത്? ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച ഉടനെ സഞ്ജു സാംസനെ കേരള ടീമിൽ എടുക്കണമെന്നാണോ? അത് നടപ്പില്ല. അങ്ങനെയാണ് KCI തീരുമാനിച്ചത്. ഇനി സഞ്ജു സാംസന്റെ കളി നിലവാരം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിന് വേണ്ടിയുള്ള ഒരു ടീമിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിന് ഈ 3 ദിവസത്തെ ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ മികവ് തെളിയിക്കണമെന്നുണ്ടോ? അങ്ങനെയാണോ നേരത്തെ ചെയ്തിട്ടുള്ളത്? ക്യാമ്പിൽ പങ്കെടുക്കാതെ സഞ്ജു സാംസൺ തന്നെ കേരള ടീമിൽ കളിച്ചിട്ടില്ലേ? ഇത്തവണത്തെ വിജയ് ഹസാരെ ടീമിൽ ക്യാമ്പിൽ പങ്കെടുക്കാത്ത ഒരാളെ തെരഞ്ഞെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇക്കുറി വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാവരുതെന്ന് ആർക്കോ നിർബന്ധമുണ്ടായിരുന്നു. വിജയ് ഹസാരെ ടീമിൽ കളിക്കുന്നത് ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കും എന്ന് അറിയാവുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ആ ടീമില് സഞ്ജു സാംസന് അവസരം ലഭിച്ചില്ല എന്ന് വിശ്വസിക്കാനാണ് എളുപ്പം. സഞ്ജു സാംസനെ വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയുള്ള ടീമിൽ എടുക്കാതിരുന്നതിനെ പറ്റി നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ജയേഷ് ജോർജ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, യുവ കളിക്കാർക്ക് മാതൃകയായ രീതിയിലല്ല സഞ്ജു സാംസൺ പ്രവർത്തിക്കുന്നതെന്നാണ്, അല്ലെ അദ്ദേഹം പെരുമാറുന്നതെന്നാണ്. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും വന്ന് കളിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ടീമല്ല കേരള ടീം. KCI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. KCIക്ക് ചില നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്. അതെല്ലാവരും അനുസരിച്ചേ പറ്റൂ. സഞ്ജു സാംസനെ ടീമിൽ എടുക്കാതിരുന്നതിന് KCIക്ക് ഒരു റീസൺ ഉണ്ട്. സഞ്ജു അല്ല ആരായാലും KCIയുടെ നയങ്ങൾ അനുസരിച്ചേ പറ്റൂ. കാരണം പറയാതെ ക്യാമ്പിൽ നിന്ന് വിട്ടു നിന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ടീമിൽ എടുക്കാതിരുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാതിരുന്നത് സഞ്ജുവിന്റെ ഭാവിയെ ഓർത്ത് മാത്രമാണ്. അല്ലാതെ ഇക്കാര്യത്തിൽ യാതൊരു യുഗോയുമില്ല എന്നാണ് ജയേഷ് ജോർജ് KCIയുടെ പ്രസിഡന്റ് പറഞ്ഞത്. സർ, ഇതാണ് യുഗോ. ഈ പറഞ്ഞതിന്റെ അർത്ഥമാണ് യുഗോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ദുരഭിമാനം. സഞ്ജു സാംസന്റെ ഭാവിയെ കുറിച്ച് ഓർത്തത് കൊണ്ടാണ് അച്ചടക്ക നടപടി എടുക്കാതെ പോയത് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. നിങ്ങൾ സഞ്ജു സാംസൺ എന്ത് ചെയ്യുമായിരുന്നു? അല്ലാത്ത പക്ഷം സഞ്ജു സാംസന്റെ മുമ്പിൽ KCIക്ക് ഈഗോ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ സഞ്ജു സാംസൺ ആരാണ്? അദ്ദേഹം ഇവിടെ നിൽക്കുന്നു, KCI ഇവിടെ നിൽക്കുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ കളിക്കാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. കളിക്കളത്തില് അദ്ദേഹം തലയുയർത്തി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം KCIയുടെ മുമ്പില് വേണ്ട പോലെ കുനിഞ്ഞ് വന്ദിച്ചു നിൽക്കുന്നില്ല എന്ന് KCIയുടെ ഭാരവാഹികളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അതിനകത്ത് നമുക്ക് അവരെ കുറ്റം പറയാനില്ല. വേണ്ടത്ര അനുസരണയില്ലാത്ത ഒരു കളിക്കാരനാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ KCIക്ക് അല്ലെങ്കിൽ ഏതൊരു അസോസിയേഷനും അവരുടെ തിണ്ണമിടക്ക് പുറത്തെടുക്കുകയേ വഴിയുള്ളൂ. KCIയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. സഞ്ജു സാംസനെ അത്യാവശ്യം അറിയാമെന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാ. ഇതുപോലെ അഹങ്കാരമില്ലാത്ത, ഇത്ര വിനയാന്വിതനായി പെരുമാറുന്ന ഒരു കളിക്കാരനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? KCI പറയുന്നുണ്ടല്ലോ, KCI വഴിയാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ വന്നതെന്ന്. അത് ശരിയാ. അതിലെന്താ ഇത്ര അത്ഭുതം? ഏതൊരു കളിക്കാരനും അയാളുടെ അസോസിയേഷൻ വഴിയാണ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. അതിലൊരു സംശയവുമില്ല. പക്ഷെ കളിച്ചു കാണിച്ചു കൊടുത്തിട്ടാ, അല്ലാതെ ആരുടെ ഔദാര്യം കൊണ്ടല്ല. KCIയുടെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ ഖജാൻജിയുടെയോ ഔദാര്യം കൊണ്ടല്ല. എന്നാൽ കേരളത്തിൽ നിന്ന് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവരെ ഒന്ന് ടീമിൽ എടുത്തേരെ എന്ന് KCI പറഞ്ഞിട്ടല്ല. അയാൾ നല്ല ഒന്നാം തരം കളിക്കാരനായതുകൊണ്ടാണ്, നല്ല വിക്കറ്റ് കീപ്പറും ബാറ്ററും ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സഞ്ജു സാംസൺ ടീമിൽ വരുന്നത്. പക്ഷേ അവന്റെ വളർച്ചയിൽ KCIക്കുള്ള പങ്കുണ്ടല്ലോ, അതിനെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. KCI അയാൾ കൊടുക്കാവുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ KCIയേക്കാൾ അങ്ങ് സഞ്ജു സാംസൺ വളർന്നു പോയോ എന്നൊരു സംശയം ഉണ്ടാകുമ്പോൾ, പേടി തോന്നുമ്പോൾ, അതാണല്ലോ ചില രാഷ്ട്രീയ പാർട്ടികൾ പറയും, സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണമെന്ന്. ആ മനഃശാസ്ത്രമാണ് വാസ്തവത്തിൽ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഇത്തവണ പ്രവർത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് KCIയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനം, സഹായം, പിന്തുണ, അതൊന്നും വിസ്മരിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. പക്ഷെ ഇപ്പോൾ സഞ്ജു സാംസൺ അസോസിയേഷനേക്കാൾ
അങ്ങ് വളർന്നു പോയോ ഉയർന്നു പോയോ എന്നൊരു തോന്നല് അസോസിയേഷന് ഉണ്ടായി. വാസ്തവത്തിൽ KC എന്താണ് ചെയ്യേണ്ടത്? കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, കളിക്കാർക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. സഞ്ജു സാംസനെ പോലൊരു കളിക്കാരൻ, നമ്മുടെ കേരള ക്രിക്കറ്റിന്റെ ഐക്കണായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന കാരണത്തിന്റെ പേരിൽ, പങ്കെടുക്കാത്തതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് അയച്ച മെയിൽ ഒറ്റവരിയായി പോയി എന്നതിന്റെ പേരില് അയാളെ ശിക്ഷിക്കാൻ ഒരുങ്ങുകയല്ല ചെയ്യേണ്ടത്. ഒരു രക്ഷകർത്താവ് എന്ന പോലെ അയാളോട് പെരുമാറുകയാണ് വേണ്ടത്. അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി അയാളെ ശരി വഴിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ കളിക്കാരന്റെ അവസരങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. സഞ്ജുവിനെ ക്രൂശിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ച ശ്രീശാന്ത്, മുൻ ഇന്ത്യൻ താരം, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിച്ചു, സഞ്ജുവിനെ വിമർശിക്കുന്നവരിൽ എത്ര പേർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്? അതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസിഡന്റ് JS ജോർജ് ആണെന്നറിയാം. അദ്ദേഹം നേരത്തെ BCCIയുടെ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയ ടീമാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഒരു ഇന്ത്യൻ ടീമിന്റെ മാനേജരായിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് അറിയില്ല. ഈ ഭാരവാഹികളിൽ എത്ര പേർ, പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവരിൽ എത്ര പേർ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ളവരുണ്ട്? കോളേജ് ടീമിനും ജില്ലാ ടീമിനും മുകളിലേക്ക് ക്രിക്കറ്റ് കളിച്ചു വന്ന എത്ര പേരുണ്ട്? ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവും. ഉണ്ടെങ്കിൽ അത് പറയണം. ശ്രീശാന്തി ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഉത്തരം അറിയാൻ കേരളത്തിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവകാശമുണ്ട്. അത് വെളിപ്പെടുത്തണം. ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനിൽ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഋഷഭ് പന്ത് വേണോ അതോ സഞ്ജു സാംസനെ ടീമിലെടുക്കണോ? അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ സെലക്ഷൻ ബോർഡ് അതേപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് ഒരു അന്വേഷണം വന്നത്. വിജയ ഹസാരെ ട്രോഫിയിൽ കളിക്കാതിരുന്നതിന്റെ പേരിൽ സഞ്ജു സാംസനെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടികൾ എടുത്തിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറഞ്ഞത് KCയുടെ പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു അച്ചടക്ക നടപടികൾ ഉണ്ടായിട്ടില്ല എന്നറിയിച്ചു എന്നാണ്. അത് ശരിയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ അവര് സെലക്ഷൻ ബോർഡിനോട് എന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഇവരിലെ ഈ രണ്ട് കളിക്കാരിൽ ആര് വേണം എന്നൊരു തർക്കം നിൽക്കുമ്പോൾ സഞ്ജു സാംസനെ ഒഴിവാക്കുന്നതിന് ഈ ഒരൊറ്റ കാരണം മതിയായിരുന്നു സെലക്ഷൻ ബോർഡിന്. അദ്ദേഹം വിജയ ഹസാരെ ട്രോഫി കളിച്ചില്ല, അല്ലെങ്കിൽ ന്യായമായ ഒരു കാരണം പറയാതെ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നു. വാസ്തവത്തിൽ സംഭവിച്ചത് ഇതായിരിക്കണം. വിജയ ഹസാരെ ട്രോഫിയിൽ കളിക്കാതിരുന്നത് സഞ്ജു സാംസനെ ഒഴിവാക്കുന്നതിന് ഒരു കാരണമായി. വിജയ ഹസാരെ ട്രോഫിയിൽ 5 സെഞ്ചുറി നേടിയ കരുൺ നായരിനെ പിന്നെ എന്തുകൊണ്ടാണാവോ ടീമിൽ എടുക്കാതിരുന്നത്? 16 ഏകദിനങ്ങൾ കളിച്ച ആളാണ് സഞ്ജു സാംസൺ. 56 റൺസ് എന്ന മികച്ച ആവറേജ് ഉണ്ട്. 3 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 2020 3 സെഞ്ചുറി തികച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഉജ്ജ്വലമായ ഫോമിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഋഷഭ് പട്ടേലിനെ പോലെ സഞ്ജു സാംസണും നല്ല കളിക്കാരനാണെന്നാണ് നമ്മുടെ ഗാവസ്കർ പറയുന്നത്. എപ്പോഴും സഞ്ജു സാംസണില് ഒരു കുറ്റവും തെറ്റും കണ്ടുപിടിക്കുന്ന ആളാ ഗാവസ്കർ. പക്ഷേ ഋഷഭ് പന്ത് ഗെയിം ചേഞ്ചറാണ് അത്രയും. എന്താണ് അതുകൊണ്ട് ഗാവസ്കർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ ടീമിന്റെ കോച്ച് ഗൗതം ഗംഭീർ, അദ്ദേഹം സഞ്ജു സാംസനെ ടീമിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ പുറത്തു കേൾക്കുന്നത്. അതേസമയം സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അജിത് അഗാർക്കറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സഞ്ജു സാംസൺ വേണ്ട, ഋഷഭ് പന്ത് മതി എന്നൊരു നിലപാടെടുത്തു. അങ്ങനെയാണ് സഞ്ജു സാംസൺ പുറത്തു പോയതെന്ന് പറയുന്നു. ഈ രോഹിത് ശർമ്മ ആരാ? ഈ കഴിഞ്ഞ ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയുടെ മുമ്പിൽ കിരീടം അടിയറ വെച്ച ടീമിന്റെ ക്യാപ്റ്റൻ. 3-1 അവിടെ ഇന്ത്യ തോറ്റുപോയത്. അതിനെ തുടർന്ന് ടെസ്റ്റിന്റെ ലോകകപ്പ് ഫൈനലിൽ നിന്ന് നമ്മൾ പുറത്തായി. ഈ രോഹിത് ശർമ്മ സഞ്ജുവിനെ വേണ്ട എന്ന് ശക്തമായി ആവശ്യപ്പെട്ട രോഹിത് ശർമ്മ അവസാനം ഫോം നഷ്ടപ്പെട്ട് ടീമിൽ പോലും ഇല്ലാതെ അവസാന ടെസ്റ്റിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്ന ക്യാപ്റ്റനാണ്. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമില് സെലക്ഷൻ കിട്ടിയില്ല. ഇനി രാജസ്ഥാൻ റോയൽസില് അദ്ദേഹത്തിന്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്നോ മറ്റോ KCA ആവശ്യപ്പെടുമോ എന്തോ.